ഹായ് ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവർ ഗുഡ് ന്യൂസ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ വാ, ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ടല്ലോ. വാ, അല്ല പറയാറാ, വാ, നീ പറ. നിങ്ങൾ കൂടി വന്നാലേ ക്യാമറ പിടിക്കണ്ടേ? ക്യാമറ പിടിക്കണ്ടേ? ഇങ്ങനെ ചിരിച്ചു പിടിക്കാം. അല്ല അന്നേരം കിട്ടില്ല. വാ, പറ കവി. വാ ചേട്ടാ. ഞാൻ വരാം. നീ പറഞ്ഞിട്ട് വന്നാ പോരെ? ഇല്ല, നിങ്ങൾ കൂടി വന്നാലേ ഒന്നിച്ചാ. ഞാൻ വേഗം പറയുന്നുണ്ടല്ലോ. ഇല്ല, നിങ്ങൾ കാണണ്ടേ, വേഗം പറഞ്ഞാ പോരാ. മഴ വരുന്നില്ല, വേഗം പറഞ്ഞ പറ കവി. അത് ഒന്നുമില്ല. അപ്പോൾ നമ്മള് രണ്ടാളും വീണ്ടും അച്ഛനമ്മ ആകാൻ പോകുന്നു. സന്തോഷത്തിലാന്ന്. ചമ്മല് പോലെ പറയുമ്പോ ആദ്യം ഋത്തിക്കിനെ ഇതുപോലെ നമ്മള് പ്രഗ്നന്റ് ആയപ്പോ ഇതുപോലെ എനിക്ക് സംഭവം എല്ലാം അറിയില്ലല്ലോ. മഴ വരുന്നുണ്ട് കേട്ടാ. ഇനി മഴ കഴിഞ്ഞിട്ടാകുമ്പോ പറയാൻ തോന്നുന്നു. അതെ അതെ, മഴ വന്നു. അപ്പോൾ നല്ല മഴയും പെയ്തു, അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ പോട്ടെ, എനിക്ക് പറയാം. നല്ല മഴയാണ്, നല്ല സൗണ്ട് ആയിരിക്കും ഇവിടെ മഴക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടുണ്ടാവും. എന്തായാലും മഴ പെയ്യാൻ വന്നിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ മഴ കഴിഞ്ഞിട്ടാകുമ്പോൾ പറയാം. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ ആയാലോ അമ്മ ആകാൻ പോകുന്നത് അറിഞ്ഞാലോ, ആദ്യം അറിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ പാടെ 2 മാസം കഴിഞ്ഞ പാടെ ഞാനപ്പോൾ അന്നേരം കുളി നിന്ന്. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണെന്ന് നോക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏച്ചിയോട് പറഞ്ഞ്, അപ്പോൾ ഏച്ചി ഇങ്ങനെ ഒരു സംഭവം കൊണ്ടു തന്ന് കാണിച്ച്. അപ്പോൾ ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞുതരാം. അപ്പോൾ വിജുവേട്ടന് ഉണ്ട് വീട്ടിൽ, പക്ഷേങ്കിൽ വിജുവേട്ടന് നാണിച്ചിട്ട് ഇരിക്കലാന്നത്. ഇപ്പോൾ അതേനാണ്. ഓക്കെ, അത് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞേ, എല്ലാവരും ഇങ്ങനെ വന്ന് പറഞ്ഞ് പറയാനെല്ലാം പറഞ്ഞ് എന്നൊരു ചമ്മല് എന്തോ. അതെ, അപ്പോൾ അങ്ങനെ അത് നല്ല ഇങ്ങനെയാന്ന് അറിഞ്ഞ പാട് സന്തോഷമായി. അപ്പോൾ അതാണ് ഋത്തിക്ക്. അതെ, എല്ലാവരുടെ പറഞ്ഞ്. അപ്പോൾ ഋത്തിക്കിന് ഇപ്പോൾ 8 വയസ്സ് ആയി. 8 വയസ്സാണ് നടക്കലാന്ന്. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ അച്ഛനമ്മ ആകാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ എപ്പോഴും അമ്മ പറയുമോ, നമ്മളെ ഋത്തിക്കിനെ ഇങ്ങനെ കളിക്കുമ്പോൾ എല്ലാം പറയുമോ, അവനൊരു കൂട്ട് വേണപ്പാ എന്നല്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയണ്ട, ഇതുപോലെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇതിൽ നോക്കി നമ്മള്. അപ്പോൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നെയാണ് നമുക്കിത് അറിഞ്ഞത്. അപ്പോൾ ഋത്തിക്കിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പറേഷനെല്ലാം വരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എല്ലാം ഇതായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാച്ചിട്ട് അങ്ങനെ പറഞ്ഞു. എന്നാ പറയണ്ടേ, ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ചെക്കപ്പിനൊന്നും പോയിട്ടില്ല, പോകണം അത്രയും. അപ്പോൾ ഇങ്ങനെ വിശേഷമായിന്ന് കവി ഇത് നോക്കിയിട്ട് രാവിലെ ആണ് വന്ന് പറഞ്ഞത്. ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊരു സംശയം എനിക്ക് ഇങ്ങനെ പീരിയഡ്സ് തെറ്റിയിട്ട് 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വിജയേട്ടൻ്റെ ഒരു തലേന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം എനിക്ക് വേണമെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടു തന്നേനു. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എണീച്ച പാടൊന്ന് ഞാൻ ചോദിച്ചു വിജയേട്ടനോട്, ചേട്ടാ മെഡിക്കലിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരൊന്ന് ഇല്ല അങ്ങനെ പറഞ്ഞു. സാധാരണ ഇതെല്ലാം നമ്മള് അന്നേരം, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഞാൻ മേടിച്ചില്ല. ഇല്ല ഏച്ചിയാന്ന് അന്നേരം ചേട്ടന. അത് ഒരു ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ അതുപോലെ രാവിലെ ഞാൻ നോക്കി. അപ്പോൾ അത് വിജയേട്ടനോട് വന്ന് ഇങ്ങനെ കാണിച്ചു. ചേട്ടന് ഒരുപാട് സന്തോഷമായി. പാട് അമ്മയോട് പറഞ്ഞു എക്സ്പ്രഷൻ എങ്ങനെ. അതെ, നമ്മളില്ലേ ഈ നമ്മൾ വീഡിയോ എല്ലാം കാണലുണ്ട്, ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്ന എല്ലാം ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ വന്ന് പറയുമ്പോൾ അങ്ങനെ എന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മേനെ കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ നമുക്ക് അമ്മ എന്താ, അപ്പോൾ അമ്മേനെ കാണിക്കുമ്പോൾ നമ്മൾ എടുത്തില്ല. പിന്നെ അമ്മയുടെ അപ്പോഴ് പറഞ്ഞു, ചേച്ചിമാരെല്ലാം അറിയിച്ചു, കവിൻ്റെ അങ്ങേ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു എല്ലാവർക്കും.
സന്തോഷം. ഋത്തിക്കോട് പറഞ്ഞു. അതെ, ഋത്തിക്കോട് പറയുമെന്ന് പറഞ്ഞാൽ ഋത്തിക്ക് ഒരു നാണം പോലെ കളിക്കുവേന്, ചിരിക്കുവേന്, അവന് സന്തോഷാണ്. അതിനിങ്ങനെ അതെ. അപ്പോൾ ഋത്തിക്ക് ഉണ്ട്, അകത്തുണ്ട്, കിടന്നിട്ടുണ്ട്. അപ്പോൾ അവന് കുഴപ്പമില്ല. അപ്പോൾ നാളെ ഒന്ന് അവന് ചെക്കപ്പിന് നമ്മൾ കൂട്ടി പോകുന്നുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ട് ഒന്ന് കബീനെ കൂടി കാണിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കി നോക്കി ഉറപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ആക്കിയിട്ടൊന്ന് ഉറപ്പിക്കണം. ഇങ്ങനെ നോക്കിയാൽ തന്നെ ഇത് പോസിറ്റീവ് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് ചെക്കപ്പിന് ഇവൻ്റെ ഇത് ഇത് രണ്ടെണ്ണത്തെ 2 പറയാന്ന് ഇതിൽ കാണിച്ചാൽ ഒന്ന് ടെസ്റ്റിൻ്റെ മറ്റേ ഇതുണ്ട്. അപ്പോൾ പോസിറ്റീവ് എന്ന് വരും 2 വരെ വന്നാൽ. അപ്പോൾ അങ്ങനെ വന്ന് ഇവൻ്റെ ഇത് സർജറി എല്ലാം ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പായി പോയി കാണിക്കാൻ. അപ്പോൾ അവൻ്റെതെല്ലാം ഇത് ഒന്ന് നോർമലായ പിന്നെ നമുക്ക് ചെക്കപ്പിന് പോവാച്ചിട്ടാണ്. അപ്പോൾ ഇനി നാളെ പോവാം. അപ്പോൾ അമ്മേനെ നേരം നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞ് 1 മിനിറ്റ് എന്നിട്ട് ഓടിപ്പോയിട്ട് ഈ വീഡിയോ എടുത്ത് വിളിച്ചിട്ട് അമ്മേനെ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ അതൊന്ന് ഒരു എക്സ്പ്രഷൻ. അതെ, അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കണ്ടിട്ട് വരാം. നമുക്ക് എന്നാ അറിയത് അറിയാ അതന്നെ. കൺഗ്രാലേഷൻ. എല്ലാരും അമ്മക്കായി ഭയങ്കര ആഗ്രഹം. എപ്പോഴും പറയും, ഇടക്കെല്ലാം അമ്മ പറയും ഇരിക്കുമ്പോ. മതി, എനക്ക് അത്രേ ആഗ്രഹമുള്ളു, അത് മതി. അങ്ങനെ അമ്മേനെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചത്. അപ്പോൾ അമ്മ താഴെ വീട്ടിലുണ്ട്, ഇപ്പം വരും അമ്മ. അപ്പോൾ നമുക്ക് നോടി ഉണ്ടാ. പിന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ ഋത്തിക്കിന് 7 വയസ്സ് 8 വയസ്സ് തുടങ്ങി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കവിക്കയിലെടുക്കൊരു സർജറി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3-4 മാസം മുന്നേ അല്ലേ? അതെ, 3-4 മാസം മുന്നേ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ സെക്കൻഡ് ബേബിൻ്റെ പ്ലാനിങ് തന്നെ അതങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്തതല്ലേ. അപ്പോൾ അന്ന് പോയാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബേബീൻ്റെ തന്നെ നമ്മൾ ചെക്കപ്പ് തന്നെയാണ് പോയത്. അപ്പോൾ നമ്മളത് കണ്ടതിന് ശേഷം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഇങ്ങനെ വിശേഷം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇല്ല, അന്നേരം നമ്മൾ ചെക്കപ്പിനായിട്ട് പോയതേനും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇതായി. അതിന് മുന്നേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. 1-2 പ്രാവശ്യം നമ്മൾ ചെയ്തു. കുറേ 1 വർഷം മുന്നേ 6 മാസം കൂടുമ്പോൾ ചെയ്യണേനും. സിസ്റ്റിൻ്റെ ഒരു ഇതിൻ്റെ അങ്ങനെ ഇതിനെ കൊണ്ട് നമുക്ക് കുട്ടികളാവുന്നതിന് പ്രശ്നം അങ്ങനെ ഉണ്ടോ വെച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തോ പറയാനുണ്ട് അല്ല കവി എന്ന് ഇങ്ങനെ വിശേഷം. അപ്പോൾ നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ നമ്മളെല്ലാവരുടെ അടുത്തായിട്ട് അറിയിക്കുമെന്ന് ഓരോരുത്തരോടും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളത് അറിഞ്ഞിട്ട് നമ്മളെ കൂടെ നമ്മളെ കുടുംബമായിട്ട് നിൽക്കുന്ന എല്ലാവരും വന്ന്. അപ്പോൾ ഈ വിശേഷം നമ്മൾ അറിഞ്ഞ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ചെക്കപ്പിനെ പോയില്ല, ഇതിലിടയ്ക്ക് തന്നെ നമ്മളെ കുടുംബത്തിലൊന്ന് പറയുമെന്ന്. അപ്പോൾ നമ്മളെ എല്ലാ സന്തോഷവും അല്ലെങ്കിൽ എന്ത് വിഷമമായാലും നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മളൊരു സന്തോഷം കൂടി നമ്മളെ കുടുംബത്തിൽ നമ്മൾ അറിയിക്കുമെന്ന്. അപ്പോൾ കുറേ പേര് നമ്മൾ കണ്ടാൽ എങ്ങനെയല്ല എന്താ പറയുക, ഇപ്പോൾ ഋത്തിക്കിന് ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഇടലോ പോയിട്ട് പ്രാർത്ഥിച്ചതായിട്ടും ഒരുപാട് പേര് അങ്ങനെയുള്ള മെസ്സേജ്. അപ്പോൾ ഓരോരാൾ നമ്മളെ കുടുംബത്തിൽ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയും എല്ലാം മനസ്സുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് ഐക്യമായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ സന്തോഷം നമ്മൾ അറിയിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ക്ഷീണം 2-3 ദിവസമായി. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോഴെല്ലാം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കവിക്ക് ക്ഷീണുണ്ട് പറയുമ്പോൾ ഞാൻ അന്നേരം അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്കൊരു ദിവസം കിട്ടാൻ വേണ്ടിയിട്ട് കിടക്കലാന്ന് ക്ഷീണം. ഛർദി ഇല്ല, പക്ഷെ ഭയങ്കര ക്ഷീണാന്ന്, മണം പിടിക്കുന്നില്ല. അപ്പോൾ ചേച്ചി പറയുന്നത് കേട്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ വരുമ്പോൾ ക്ഷീണം കൂടും ഇങ്ങനെ കുറച്ച് ആയതല്ലേ അങ്ങനെ പറഞ്ഞു. വന്നാലും സമാധാനിക്കാം. അപ്പോൾ എന്തായാലും സന്തോഷം. അതെ,
എനിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് വിശേഷമുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമാണ് എൻ്റെ. ഞാനിപ്പോൾ എൻ്റെ മോനോട് എപ്പോഴും കുഞ്ഞുമോനോട് പറയും നമുക്കൊരു കുഞ്ഞിയും കൂടെ വേണ്ടേ വേണ്ടേ എന്ന് പറയും. മോനെ ഉറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ കാണിച്ചില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നോക്കിയേരം മോളെന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ എന്താ പറയണ്ടേ, കൺഗ്രാലേഷൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ഒരു മുത്തശ്ശിയാകാൻ പോകുന്നത്. അപ്പോൾ ഓക്ക് വേണ്ട, കുറച്ച് ദിവസമായിട്ട് എന്തെല്ലോ വല്ലാതെ എല്ലാം ഉണ്ട്. അപ്പം നാളെ കൊണ്ടുപോയി കാണിക്കണം, ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്നിട്ട് എനിക്ക് എന്നാ പറയണ്ടേ, ഇതിലപ്പുറം സന്തോഷം ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അനുട്ടിയെല്ലാം ക്ലാസ്സിൽ നിന്ന് ഇന്നും അനുട്ടിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ചേച്ചി എല്ലാവരും ഓരോ വഴിക്ക് ഉള്ളത് എത്തിക്ക് കിടക്കുമെന്ന്. അപ്പോൾ ഇനി ഇത് വീഡിയോയിൽ നമുക്ക് എല്ലാവരെയും കാണിച്ചിട്ട് നമുക്ക് സന്തോഷം പങ്കിടാം. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ചെക്കപ്പിന് പോകും. അപ്പോൾ അന്നേരം ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ എന്തായാലും ഈ സന്തോഷം വേഗം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അറിയിക്കുമെന്ന്. എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. നാളെ ഉറങ്ങുന്നുണ്ട് കേട്ടോ.